എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് യൂണിയൻ ബാങ്ക് എന്ന് പറയുന്ന ഷെയറിൻ്റെ ഡീറ്റെയിൽ ആണ്. ഇതൊരു ടെക്നിക്കൽ പാറ്റേൺ വെച്ചിട്ട് മാത്രം ട്രേഡ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തിയ ഒരു ഷെയറാണ്. ഫണ്ടമെൻ്റലിലേക്ക് നമ്മൾ നോക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ നിഫ്റ്റിയുടെ ലെവലാണ്. നിഫ്റ്റി നമുക്ക് നോക്കിയാൽ അറിയാം, 3 ദിവസമായിട്ടൊരു പോസ് ചെയ്ത് നിൽക്കുകയാണ്. കയറാൻ പറ്റാതെ 3 ദിവസമായിട്ട് ഒരു ഡോജി ക്യാൻഡിൽസ് വന്നിട്ടുള്ളൂ 3 ദിവസമായിട്ട്. അപ്പോൾ നിഫ്റ്റിയിൽ ചിലപ്പോൾ ഒരു പോസ് ചെയ്ത് നിന്നിട്ട് ഈ ലെവലിൽ കുറച്ച് ഒരു 3-4 ദിവസം കൊണ്ട് നിന്നിട്ട് അപ്സൈഡിലേക്ക് വേണമെങ്കിൽ പോകാം. നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല 3 ദിവസം ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു ചെറിയൊരു കറക്ഷൻ, ഒരു 200 പോയിൻറ്റോ ഒരു 300 പോയിൻറ്റോ കറക്ഷൻ ചിലപ്പോൾ ഇവിടം വരെ എത്തിയേക്കാം. നിഫ്റ്റിയിൽ ഇനി ഒരു അപ്സൈഡ് മൊമെൻറ്റം നമ്മൾ പ്രതീക്ഷിക്കേണ്ട വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഈ ഹൈക്ക് മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നിഫ്റ്റി ഒരു കുതിപ്പ് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കുകയുള്ളൂ. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഷെയറിനെ അപ്രോച്ച് ചെയ്യാൻ. ഈ ഷെയറിനല്ല, ഇനി വരുന്ന ഷെയർ. കാരണം ഇത്രയും കയറി നിൽക്കുന്നു, വാല്യുവേഷൻ എല്ലാം മിക്ക ഷെയർസിൻ്റെ വാല്യുവേഷൻ നന്നായിട്ട് ഉയർന്നു നിൽക്കുന്നു. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു കറക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണം ഇനി ഏത് ഷെയറിലും നമ്മൾ എൻ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ 157 രൂപയുടെ കറൻറ്റ് മാർക്കറ്റ് റേറ്റ്. നമുക്ക് അതിൻ്റെ ചാർട്ടിലേക്ക് ഒന്ന് പറയാം. ചാർട്ടിലേക്ക് പോയി നോക്കിയാൽ കാണാം, കൃത്യമായ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. നമുക്കിവിടെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായ റെസിസ്റ്റൻസ് കാണാനായിട്ട് സാധിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. നല്ലൊരു വലിയ ക്യാൻഡിൽ 2 ദിവസം. അതുകൂടാതെ ഈ 2 ദിവസമായിട്ട് നല്ല വോളിയവും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാൻഡിലിൽ നല്ല വോളിയം ഉണ്ട്, അതിനുശേഷം ഈ ലാസ്റ്റ് ക്യാൻഡിലിൽ അത്യാവശ്യം വോളിയം ഉണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് നിഫ്റ്റി ഇതുപോലെ നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു അപ്സൈഡിൽ പോവുകയാണെങ്കിൽ ഇതും നമുക്കൊരു നിഫ്റ്റിയുടെ ആ റാലിയിൽ പങ്കുചേരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ നമ്മളെ ഏത് ഷെയറിലും ഒരു റിസ്ക് ഫാക്ടർ അടങ്ങിയിരിക്കുന്നത് പോലെ ഇതിലും ഒരു റിസ്ക് ഫാക്ടർ അടങ്ങിയിട്ടുണ്ട്. നമ്മളെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഏകദേശം 147 അതായത് ഇതിൻ്റെ ഈ ലോ ഇവിടെയാണ് നമ്മളൊരു റിസ്ക് ഫാക്ടർ അടങ്ങിയിരിക്കുന്നത്, 147 റേഞ്ച്. അപ്പോൾ കറൻറ്റ് മാർക്കറ്റ് റേറ്റിൽ നിന്ന് ഏകദേശം 10 രൂപ മാത്രമായിട്ട് നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. ഇതിൽ വലിയ ഭീമമായ റിസ്കുകൾ എടുക്കണ്ട. ഇത് 157 രൂപ നടക്കുന്നു, 147 10 രൂപ മാത്രം റിസ്ക് എടുത്തിട്ട് നമുക്ക് ഇതിലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ്. ഒരു അപ്സൈഡ് നമുക്കൊരു 10-15% ഒരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നിഫ്റ്റി എങ്ങാനും ഒരു കുതിച്ചുചാട്ടത്തിന് തയ്യാറാണെങ്കിൽ ഇതിലും നല്ലൊരു കുതിച്ചുചാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊരു ലോങ് ടേം വ്യൂയിലേക്കല്ല, ഒരു സിങ് ടു ആ ലെവലിൽ ഒരാഴ്ചയ്ക്കോ ഒരു 10 ദിവസത്തേക്കോ കാലാവധിയുള്ള ഒരു സിങ് ആണ് ഇതിൽ ഈ സമയത്ത് ഒരു പ്രായോഗികമായ ഒരു എൻട്രി. അപ്പോൾ ഇത്രയുമാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഇൻട്രാഡേ ചാർട്ട് വെച്ചിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതകൾ. അപ്പോൾ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് കൃത്യമായ സ്റ്റോപ്പ് ലോസ് പോയിന്റ് മനസ്സിൽ കുറിക്കുക. ടാർഗറ്റ് ഒരു 10% 20% നമുക്കിത് കിട്ടാവുന്നതാണ്. നിഫ്റ്റിയുടെ ലെവൽസും നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്സും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഇത് എൻട്രി എടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഇത്രയുമാണ് യൂണിയൻ ബാങ്കിൽ പറയാനുള്ള കാര്യം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത സുഹൃത്തിനൊന്ന് ഷെയർ ചെയ്താൽ അവർക്കും കൂടി അതൊരു ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.